അപ്പോൾ നമ്മൾ CSS പ്രോപ്പർട്ടീസാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. CSS പ്രോപ്പർട്ടീസിനകത്ത് നമ്മൾ ഫോണ്ടും കളറും ഇപ്പോൾ കണ്ടു. ഫോണ്ടിൽ തന്നെ പല ടൈപ്പുണ്ട്. ഫോണ്ടിനൊരു ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടി ഉണ്ട്. കളറാണെങ്കിൽ കളർ എന്നുള്ളൊരു പ്രോപ്പർട്ടി മാത്രമേ ഉള്ളൂ. സാധാരണ അത് ടെക്സ്റ്റിന് കളർ ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് ഡിസ്പ്ലേ ചെയ്യുന്ന ടെക്സ്റ്റിനായിരിക്കും കളർ കൊടുക്കുന്നത്. അപ്പോൾ കളറ് 3 രീതിയിൽ പറഞ്ഞു കൊടുക്കാം. 3 ഇതിൽ പറഞ്ഞു കൊടുക്കുന്ന ഡീറ്റെയിൽസൊക്കെ വന്നു. പിന്നെ ഉള്ളത് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതാണ്. ബാക്ക്ഗ്രൗണ്ടിലേക്കാണ് നമ്മൾ വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഈ ഫോണ്ട് പോലെ തന്നെ ഇതിനകത്ത് പല ടൈപ്പുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലും ഫോണ്ട് പോലെ തന്നെ പല ടൈപ്പുണ്ട്. സിലബസ് കാണാമല്ലോ. ബാക്ക്ഗ്രൗണ്ട് പല ടൈപ്പ് വരും. അപ്പോൾ ആ പല ടൈപ്പ് കളറിനകത്ത് കളർ മാത്രമേ ഉള്ളൂ. കളറ് 3 രീതിയിൽ പറഞ്ഞു കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഫോണ്ടിനകത്ത് അങ്ങനെയല്ല. ഫോണ്ട് വേരിയൻ്റ്, ഫോണ്ട് ഫാമിലി, അങ്ങനെ പലത് പറഞ്ഞു കൊടുക്കാം. അതുപോലെ ബാക്ക്ഗ്രൗണ്ടിലും പലത് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് പഠിക്കാൻ പോവാണ്. ആദ്യം തന്നെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ പല ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് ആദ്യത്തേതാണ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ്. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഇവിടെ ഇപ്പോൾ ഞാനൊരു HTML പേജ് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈൽ ഇത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന എന്ത് ടൈപ്പ് CSS ആണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്? ഈ ഡിവ് എന്ന് പറയുന്ന എലമെൻറ്റിനകത്ത് ടാഗിനകത്ത് സ്റ്റൈൽ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഈക്വൽ ടു ഇട്ടിട്ട് പ്രോപ്പർട്ടി കോളൻ വാല്യൂ എന്ന് കൊടുത്തേക്കാണ്. ഇത് CSS 3 ടൈപ്പിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അതിൽ ഇൻലൈൻ എന്ന് പറയുന്ന ടൈപ്പാണ് ഇത്. അതായത് ഒരു എലമെൻറ്റിന് മാത്രം പറഞ്ഞു കൊടുത്തേക്കാണ്. ഈ ഡിവിന് മാത്രം എന്ത് സ്റ്റൈൽ വേണമെന്നാണ് പറഞ്ഞു കൊടുത്തേക്കുന്നത്. എന്ത് സ്റ്റൈൽ വേണമെന്നാണ് പറഞ്ഞു കൊടുത്തേക്കുന്നത്? ബാക്ക്ഗ്രൗണ്ട് ഇമേജിന് ഈ URL കിടക്കുന്ന ഇമേജ് ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി താഴോട്ട് വേറെ ഇമേജ് ഉണ്ട്. ഇപ്പം ഇതിപ്പോൾ പാരഗ്രാഫിന് ഡിവിനാണ് കൊടുത്തേക്കുന്നത്. ഇനി താഴേക്ക് പോകുമ്പോൾ വേറൊരു പാരഗ്രാഫിനും നമ്മൾ അതുപോലെ തന്നെ പാരഗ്രാഫ് സ്റ്റൈൽ ഈക്വൽ ടു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് URL unless_the_power.jpg ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതും ഇൻലൈനാണ്. അപ്പോൾ ഈ ഡിവിനും ഈ പാരഗ്രാഫിനും നമ്മൾ പറഞ്ഞു കൊടുത്തേക്കാണ്. ഈ കേസ് രണ്ടിനും ഒരേ ബാക്ക്ഗ്രൗണ്ട് ഇമേജാണ് കൊടുക്കുന്നത്. രണ്ടിനും 2 ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് .html നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാ കണ്ടോ, ആദ്യം കൊടുത്തേക്കുന്ന ഡിവിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കാണിച്ചിട്ടുണ്ട്. ഇവിടം തൊട്ട് ഇവിടെ വരെ കാണുന്നതാണ് ഇമേജ്. അത് വീണ്ടും ഇത്രയും സ്ഥലം ആ ഡിവിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ തൊട്ട് ഇമേജ് തീർന്നുകൊണ്ട് അത് വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചേക്കുന്നതാണ് ഇവിടുന്ന് ഇങ്ങോട്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ പാരഗ്രാഫിനും അത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഈ ഭാഗത്തേക്ക് രണ്ടാമത് ഇമേജ് വീണ്ടും റിപ്പീറ്റ്, അത് ഓട്ടോമാറ്റിക്കായിട്ട് റിപ്പീറ്റ് ചെയ്തിടുന്നതാണ്. അതെങ്ങനെയാണ് അവോയ്ഡ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കും. അപ്പോൾ ഇതാണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്തിപ്പം പല 2-3 ലൈനിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു ഡിവിനിടയ്ക്ക് നമ്മൾ BR കൊടുത്തേക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതുപോലെ പാരഗ്രാഫിലാണെങ്കിലും BR ടാഗ് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് പല ലൈനിലായിട്ട് കാണിക്കുന്നത്. പല ലൈനിലേക്ക് പോയി കാണിക്കുന്നത്. ഇങ്ങനെ കാണിക്കുന്നത്. ഇനി ാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഇൻലൈനായിട്ടാണ് പറഞ്ഞു കൊടുത്തേക്കുന്നത്. ഇത് ഇൻലൈനായിട്ട് ഇങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. ഇവിടെ നമുക്ക് ഹെഡിനകത്ത് ടാഗ് ഇട്ടിട്ടും പറഞ്ഞു കൊടുക്കാം. ഹെഡിനകത്ത് സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗ് ഇട്ടിട്ട് ഇപ്പം ഇൻലൈനായിട്ടായിരുന്നു പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഞാനതിപ്പോൾ എന്താണ് ആക്കുന്നത്? ഇൻറ്റേർണലാണ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് നമുക്ക് CSS പറഞ്ഞു കൊടുക്കേണ്ടത് ഇതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ CSSനൊരു സെലക്ടർ എന്തെങ്കിലും കൊടുക്കണം. സെലക്ടർ എന്ത് കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞുതരാം. സെലക്ടർ കഴിഞ്ഞിട്ട് കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അതിനകത്താണ് നമ്മൾ പ്രോപ്പർട്ടി വാല്യൂ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഈക്വൽ ടു URL unless_the_power എന്ന് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ ഇങ്ങനെ ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മളങ്ങ് എടുത്ത് കളയുകയാണ്. ഇനി ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇവിടെയും സെയിം സാധനം തന്നെയാണ്. അതുകൊണ്ട് അതും നമ്മൾ എടുത്ത് കളയുകയാണ്. ഇത് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ എന്താ വേണ്ടി? നമ്മൾ സെലക്ടർ പറഞ്ഞു കൊടുക്കണം. എനിക്ക് ഈ ഡിവിനും ഈ പാരഗ്രാഫിനും സെയിം സാധനം വേണം. അപ്പോൾ അങ്ങനെ വന്നാൽ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഡിവ് എന്നുള്ള സെലക്ടർ കൊടുത്താൽ എന്ത് സംഭവിക്കും? ഡിവിന് മാത്രമേ ഉള്ളൂ ഇത് കാണാൻ പറ്റുള്ളൂ. കണ്ടോ, ഈ കേസിൽ ഡിവിന് മാത്രമേ ഉള്ളൂ. കാരണം ഡിവ് എന്നുള്ള സെലക്ടറാണ് ഞാൻ പറഞ്ഞു കൊടുത്തേക്കുന്നത്. ഡിവ് എന്നുള്ള സെലക്ടർ കൊടുത്തേക്കുന്നതുകൊണ്ട് ഇവിടെ ഡിവിന് മാത്രം, ആദ്യത്തെ ഡിവിന് മാത്രം, താഴെയുള്ള പാരഗ്രാഫിന് അത് കൊടുത്തില്ല, ആ ഇമേജ് കൊടുത്തില്ല. ഇനി വേണമെങ്കിൽ ഞാനിവിടെ മാറ്റിയിട്ട് P ആക്കുവാണെങ്കിൽ, പാരഗ്രാഫ് എന്നുള്ള സെലക്ടർ ആക്കുവാണെങ്കിൽ P എന്നുള്ള എല്ലാ ടാഗിനും അത് കാണിക്കും. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഇതിനും കാണിക്കും. കണ്ടോ, ഇതൊരു പാരഗ്രാഫാണ് അതിന് കാണിച്ചു, ഇതൊരു പാരഗ്രാഫാണ് അതിന് കാണിച്ചു, ഇതൊരു പാരഗ്രാഫാണ് അതിന് കാണിച്ചു. അപ്പോൾ ഇവിടെ ഉള്ള പാരഗ്രാഫിന് കാണിച്ചു, ഇവിടെ ഉള്ള
ഇവിടെ ഒരു പാരഗ്രാഫ് ഉണ്ട്, അതിന് കാണിച്ചു. പിന്നെ താഴോട്ട് പോകുമ്പോൾ ഈ പാരഗ്രാഫിന് കാണിച്ചു, ഈ പാരഗ്രാഫിനും കാണിച്ചു. പക്ഷേ എനിക്ക് വേണ്ടിയത് അങ്ങനെയല്ല, ഒരു വലിയ ഡിബും ഉണ്ട്, ഒരു വലിയ പാരഗ്രാഫും ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ഒരു വാല്യൂ പറഞ്ഞു കൊടുക്കുക. ഏത് ക്ലാസ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ക്ലാസ് CSSൽ സ്പെസിഫൈ ചെയ്യുമ്പോൾ ഡോട്ട് ഇട്ടിട്ട് വേണം പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞിരുന്നു. ഡോട്ട് ഞാനൊരു പേര്, ക്ലാസ്സിനൊരു പേര് കൊടുക്കുകയാണ്, മൈ ബാക്ക്ഗ്രൗണ്ട് ക്ലാസ്, മൈ BG ക്ലാസ് എന്ന് കൊടുക്കുകയാണ്. മൈ ബാക്ക്ഗ്രൗണ്ട് ക്ലാസ്, അതായത് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കാണിക്കാൻ വേണ്ടി എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. ഞാനിങ്ങനെ ഒരു പേര് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. മൈ BG ക്ലാസ്, മൈ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കാണിക്കാനുള്ള ക്ലാസ്സാണ്. പേര് വായിക്കുമ്പോൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. വേരിയബിളിൻ്റെ നെയിം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. നെയിമിംഗ് കൺവെൻഷൻ ഇങ്ങനെ കൊടുക്കുക. ആ വേരിയബിൾ വായിച്ചാൽ നമുക്കൊരു ഐഡിയ കിട്ടണം ആ വേരിയബിൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ ഇനി എനിക്ക് വേണ്ടിയത്, ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു സെലക്ടർ പറഞ്ഞു കൊടുത്തേക്കോ. ഇപ്പോൾ പേജ് ലോഡ് ചെയ്താൽ എങ്ങടത്തും ഇമേജ് കാണിക്കില്ല. കാരണം എന്താണ്, ഈ ക്ലാസ് ഞാൻ എങ്ങടത്തും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇനി ഞാൻ ഇവിടെ പറഞ്ഞു കൊടുക്കാൻ പോവാണ്, ക്ലാസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഈക്വൽ ടു ഇട്ടിട്ട് ഈ വാല്യൂ കൊടുക്കും. പേജ് ലോഡ് ചെയ്ത് നോക്കാം, കണ്ടോ? ഇപ്പോൾ ആ ഡിബിന് അത് കാണിച്ചു. കാരണം ഈ ക്ലാസ് എവിടെ ഉണ്ടെങ്കിലും, ഏത് ടാഗിന് ഈ ക്ലാസ് ഉണ്ടെങ്കിലും അവിടെയൊക്കെ കാണിക്കും. അപ്പോൾ ഇനി എനിക്ക് വേണ്ടിയത് ഏതാ, ഇനി എനിക്ക് ഉള്ള വലിയ പാരഗ്രാഫ്, ഈ പാരഗ്രാഫിന് എനിക്ക് വേണ്ട, ഈ ചെറിയ പാരഗ്രാഫിനും വേണ്ട, പക്ഷേ ഈ വലിയ പാരഗ്രാഫിന് എനിക്ക് വേണം. അതുകൊണ്ട് ഞാൻ അവിടെയും ക്ലാസ് ഈക്വൽ ടു മൈ BG ക്ലാസ് എന്ന് കൊടുത്തു. പേജ് ലോഡ് ചെയ്യും, അങ്ങനെ കാണിക്കും. അപ്പോൾ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു രീതിയിൽ എഴുതിയെടുക്കുക ഈ സാധനം. ഈ പാരഗ്രാഫ് എല്ലാം മറ്റും ഇങ്ങനെ തന്നെ എഴുതിയെടുക്കുകയൊന്നും വേണ്ട. അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്, ഇച്ചിരി വീതിക്ക് കാണാൻ വേണ്ടിയിട്ട്, 2-3 ലൈനിൽ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്ന് പറയുന്ന ആദ്യത്തെ പ്രോപ്പർട്ടി. ബാക്ക്ഗ്രൗണ്ടിനകത്ത് വരുന്ന പല പ്രോപ്പർട്ടി ഉണ്ട്. ആദ്യത്തേത് ബാക്ക്ഗ്രൗണ്ട് ഇമേജ്. അടുത്തത് ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്. രണ്ടാമത്തെ ബാക്ക്ഗ്രൗണ്ടിനകത്ത് വരുന്ന അടുത്ത പ്രോപ്പർട്ടിയാണ്. ഇതും ഇൻലൈൻ ആയിട്ടാണ് പറഞ്ഞു കൊടുത്തേക്കുന്നത്. സ്റ്റൈൽ ഈക്വൽ ടു H1 എന്ന് പറയുന്ന ടാഗിനകത്ത് സ്റ്റൈൽ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ഈക്വൽ ടു, ഇനി ആട്രിബ്യൂട്ടിൻ്റെ പേര്, പ്രോപ്പർട്ടി, വാല്യൂ, അങ്ങനെയാണ് പറഞ്ഞു കൊടുത്തേക്കുന്നത്. പൗഡർ ബ്ലൂ കളർ പല രീതിയിൽ പറഞ്ഞു കൊടുക്കാം. നമ്മൾ നേരത്തെ കളർ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു 3 രീതിയിൽ പറഞ്ഞു കൊടുക്കാം. കളറിൻ്റെ പേര് പറഞ്ഞു കൊടുക്കാം, കളറിൻ്റെ RBG എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് വാല്യൂ പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ ഓരോ RGBയുടെ ഹെക്സാഡെസിമൽ വാല്യൂ ആയിട്ട് കൊടുത്തേക്കാം. ഇതിൽ റെഡാണ് ആദ്യം പറഞ്ഞു കൊടുക്കുന്ന 2 എണ്ണം, ഗ്രീനാണ് രണ്ടാമത് പറഞ്ഞു കൊടുക്കുന്ന 2 എണ്ണം, റെഡ്, ഗ്രീൻ, ബ്ലൂ ആണ് അവസാനം പറഞ്ഞു കൊടുക്കുന്നത് 2 എണ്ണം. അപ്പോൾ ഇപ്പം ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഹെഡിങ് 1ൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ പൗഡർ ബ്ലൂ എന്ന് പറയുന്ന കളറിലേക്ക് ആക്കും. പാരഗ്രാഫ്, ഈ പാരഗ്രാഫ് എന്ന് പറയുന്നതിൻ്റെ സ്റ്റൈല് ബാക്ക്ഗ്രൗണ്ട് കളറിൽ ഈ 2 കളർ മിക്സ് ചെയ്തുള്ള കളർ കാണിക്കും. അതായത് റെഡും ബ്ലൂവും മിക്സ് ചെയ്തുള്ള കളർ കാണിക്കും. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് കളർ എന്നുള്ള പേജ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ ഇതാ ഈ കളറാണ് കാണിച്ചേക്കുന്നത്. ഇതിപ്പം ബാക്ക്ഗ്രൗണ്ട്, ഇതിപ്പോൾ ഞാൻ ഇൻലൈൻ ആയിട്ടാണ് സ്റ്റൈൽ പറഞ്ഞു കൊടുത്തേക്കുന്നത്. ഹെഡിങ് 1ന് മാത്രം ബാക്ക്ഗ്രൗണ്ട് കളർ പൗഡർ ബ്ലൂ ആക്കാൻ, ഹെഡിങ് 1ന് മാത്രം പൗഡർ ബ്ലൂ എന്ന് പറയുന്ന കളറാക്കി, പിന്നെയുള്ള ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്നത് ഈ 2 കളറും കൂടെ മിക്സ് ചെയ്ത് ഒരു കളറും ആക്കി. അപ്പോൾ അങ്ങനെ സ്റ്റൈൽ ഇത് രണ്ടും ഇൻലൈൻ ആയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം, ഇൻലൈനോ എക്സ്റ്റേണലോ ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി, ബാക്ക്ഗ്രൗണ്ട് കളർ. ബാക്ക്ഗ്രൗണ്ടിനകത്ത് വരുന്ന രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ബാക്ക്ഗ്രൗണ്ട് കളർ. ആദ്യത്തേതായിരുന്നു ബാക്ക്ഗ്രൗണ്ട് ഇമേജ്, രണ്ടാമത്തേത് ബാക്ക്ഗ്രൗണ്ട് കളർ. ഇനി ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുത്താൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് റിപ്പീറ്റ് ചെയ്ത് വരുമെന്ന് പറഞ്ഞു. റിപ്പീറ്റ് ചെയ്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗമാണ് പറഞ്ഞു കൊടുക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ് എന്ന് പറയുന്ന അടുത്തൊരു പ്രോപ്പർട്ടി ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ് ഈക്വൽ ടു നോ റിപ്പീറ്റ് എന്ന് കൊടുക്കുക, റിപ്പീറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോഴത്തേക്കും ഈ പേജ് തൽക്കാലം ഇതില്ലാതെ ഒന്ന് കണ്ടു നോക്കാം. ആദ്യം ഈ പേജ് ഇമേജ് റിപ്പീറ്റ് HTML ഇതാ കണ്ടില്ലേ, ഈ പേജിൽ ഈ ഇമേജ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഈ വിൻഡോയുടെ ഫുൾ സൈസിൽ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് കാണിക്കുക. ഇത്രയും കാണിക്കുന്ന ഭാഗം ആദ്യത്തെ ഇമേജാണ്. അവിടെ വെച്ചാൽ ഇമേജ് തീർന്നു. അതുകൊണ്ട് വീണ്ടും അടുത്ത ഇമേജ് ഈ സൈഡിൽ കാണിച്ചു, വീണ്ടും ഒരു ഇമേജ് താഴെ കാണിച്ചു, വീണ്ടും ഒരു ഇമേജ് അതിൻ്റെ റൈറ്റ് സൈഡ് ബോട്ടത്തിലും കാണിച്ചു. ഇതിങ്ങനെ കാണിച്ചു. ഇതിപ്പോൾ എനിക്ക് ഇങ്ങനെ വേണ്ട, ഒരു ഇമേജ് മാത്രമേ കാണാവുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത്, ഇവിടെ ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ്, ഇപ്പോൾ ബോഡി എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നതുകൊണ്ടാണ് ഈ ഫുൾ പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണിച്ചേക്കുന്നത്. അതായത് ബോഡിക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ്, ഇതിൻ്റെ ബോഡി എന്ന് പറയുന്ന ടാഗിന് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് നോ റിപ്പീറ്റ് ചെയ്യണ്ടെന്ന് ഇപ്പോൾ പറഞ്ഞു കൊടുത്തേക്കുവാണ്.
ഇനി പേജ് ലോഡ് ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, ഒരു തവണയെ കാണിച്ചുള്ളൂ, പേജ് റിപ്പീറ്റ് ചെയ്തില്ല. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഒരു തവണ കാണിച്ചു. ഇതാണ് മൂന്നാമത്തെ ബാക്ക്ഗ്രൗണ്ട് ഇമേജിൻ്റെ പ്രോപ്പർട്ടി. മൂന്നാമത്തെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ്. നിങ്ങൾ എഴുതുമ്പം ഇനി ഇപ്പം എന്തായാലും എഴുതി തുടങ്ങിയെങ്കിൽ അങ്ങനെ പോയിക്കോട്ടെ, ഇല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ ആദ്യം എഴുതിയാൽ മതി. ബാക്ക്ഗ്രൗണ്ട് കളർ കഴിഞ്ഞിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇമേജ്, അത് കഴിഞ്ഞ് ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ്, ഇങ്ങനെ പ്രോപ്പർട്ടി എഴുതി പോവുക. ഇനി അടുത്തത് വരുന്നത്, അടുത്തൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഒരു ഇമേജ് കാണിക്കാൻ പറഞ്ഞു, ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ് നോ റിപ്പീറ്റ് എന്ന് പറഞ്ഞു. ബാക്ക്ഗ്രൗണ്ട് അറ്റാച്ച്മെൻറ്റ് ഫിക്സഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് അറ്റാച്ച്മെൻറ്റ് ഫിക്സഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇല്ലാതെ നോക്കാം ഈ പേജ്. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സൈസ് എന്ന് പറയുന്ന പേജ് ലോഡ് ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, ഇത് ഇപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചേക്കുന്നത്? ഇത് ഞാൻ പറഞ്ഞു കൊടുത്തേക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഇന്ന URL കാണിക്കണം, ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നോ റിപ്പീറ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രേ കാണിച്ചിട്ടുള്ളൂ. വലിയൊരു പേജാണ് ഇതിങ്ങനെ. വലിയ പേജായിട്ട് ഞാൻ ചുമ്മാ വെറുതെ റാൻഡമായിട്ട് ഡാറ്റ ഇട്ടേക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ, വലിയ പേജ് ആക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഇതിപ്പം നിലവിൽ ഈ പേജ് നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ, ഞാൻ ഒന്നുകൂടെ എടുത്തു കളയുകയാണ്. വലിയ പേജ് ഇട്ടതിൻ്റെ ഉദ്ദേശം എന്താണ്? ബാക്ക്ഗ്രൗണ്ട് ഇപ്പം നമ്മൾ ഈ രണ്ട് പ്രോപ്പർട്ടി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഒരു ഇമേജ് കാണിക്കണം എന്നും പറഞ്ഞു, അത് റിപ്പീറ്റ് ചെയ്യേണ്ടെന്നും പറഞ്ഞു കൊടുത്തു. പേജ് ലോഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജും മേളിലേക്ക് കയറിപ്പോയി. ഇപ്പം ഞാൻ താഴേക്ക് കുറേ കൂടെ ഡാറ്റ ഇട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഞാൻ താഴേക്ക് കുറേ ഡാറ്റയും കൂടി ഇടാം. വെറുതെ ഡാറ്റ കോപ്പി ചെയ്തിടുന്നതെന്ന് മാത്രമേ ഉള്ളൂ, പേജിന് നീളം കൂട്ടാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കോഡിൻ്റെ കണ്ടൻ്റൊന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട. സെയിം സാധനം തന്നെ ഞാൻ കോപ്പി ചെയ്തിട്ടേക്കുകയാണ്. വിക്കിപീഡിയയിൽ നിന്ന് വെറുതെ ഒരു പാരഗ്രാഫ് കോപ്പി ചെയ്തിട്ട് ആ പാരഗ്രാഫ് അതേപടി തന്നെ ഇട്ടേക്കുകയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. URL നോ റിപ്പീറ്റ് പറഞ്ഞു കൊടുത്തേക്കാണ്. പേജ് ഒന്നുകൂടെ ലോഡ് ചെയ്യാം. ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകുമ്പോൾ കണ്ടോ, കുറേ നേരം സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോകുമ്പോഴത്തേക്കും ഇത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കാണാൻ പറ്റാതെ വരും. ഇനി അങ്ങനെ വേണ്ട, എപ്പോഴും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു പ്രോപ്പർട്ടി അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ബാക്ക്ഗ്രൗണ്ട് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് അറ്റാച്ച്മെൻറ്റ് ഈക്വൽ ടു ഫിക്സഡ് എന്ന് കൊടുത്തേക്കുവാണ്. പേജ് ലോഡ് ചെയ്ത് നോക്കാം എന്താ ഡിഫറൻസ് വരുന്നതെന്ന്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഫിക്സഡ് ആക്കിയിട്ടുണ്ട്. ഞാൻ സ്ക്രോൾ ചെയ്യുവാണ്, ശ്രദ്ധിച്ചോണം. കണ്ടോ, പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സ്ക്രോൾ ആവുന്നില്ല, അത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ടെക്സ്റ്റിൻ്റെ കണ്ടൻറ്റ് മാത്രമേ സ്ക്രോൾ ആവുന്നുള്ളൂ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഫിക്സഡ് ആക്കി വെക്കാൻ പറഞ്ഞു കൊടുത്തേക്കാണ്. ഫിക്സഡ് അല്ലെങ്കിൽ സ്ക്രോൾ എന്നാക്കാൻ പറ്റും നമുക്ക്. സ്ക്രോൾ എന്നാക്കിയാൽ സ്ക്രോൾ ആയിക്കൊണ്ടിരിക്കുക. അതാണ് ബൈ ഡീഫോൾട്ട് ആദ്യം കാണിച്ചത്. അതാണ് കണ്ടോ, സ്ക്രോൾ ആയി പോകുന്നു. അപ്പോൾ രണ്ട് ഇമേജസ് സ്ക്രോളെന്നോ ഫിക്സഡെന്നോ ഒക്കെ കൊടുക്കാൻ പറ്റും. നമ്മൾ ഫിക്സഡ് ആക്കി കൊടുക്കുകയാണ്, കാരണം അത് ഫിക്സഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത പ്രോപ്പർട്ടി ബാക്ക്ഗ്രൗണ്ട് സൈസാണ്. ബാക്ക്ഗ്രൗണ്ട് സൈസ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് കവർ എന്ന് പറഞ്ഞു കൊടുത്തേക്കാണ്. കവർ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. പേജ് ഒന്നുകൂടെ ലോഡ് ചെയ്യുകയാണ്. കവർ വെച്ചിട്ട് കണ്ടോ, ഇമേജ് റീസൈസ് ചെയ്തിട്ട് കറക്റ്റ് ആ സൈസിലേക്ക്, അതായത് ഒരു പേജിൽ കാണത്തക്ക രീതിയിൽ റീസൈസ് ചെയ്യും. ഇതാണ് ഇമേജ് സൈസ് കവർ എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ, സൈസ് ക്യാൻ ബി മെൻഷൻഡ് മെൻഷൻഡ് ഇൻ പെർസെൻറ്റേജ് ആസ് 100%, 100% എന്ന് കൊടുത്താൽ ഈ 100%, ഈ കാണുന്ന പേജ് കാണാൻ പറ്റുന്ന ഭാഗത്തിൻ്റെ 100% വിഡ്ത്തിൽ ഇത് കാണിക്കും. അല്ല, കാണാൻ പറ്റുന്നതിൻ്റെ അല്ല, സോറി. ഇതിനകത്ത് പേജിനകത്ത് എന്തോരം ഉണ്ടോ അതിൻ്റെ, പേജിനകത്ത് എന്തോരം ഡാറ്റ, ഇപ്പം ഈ പേജ് താഴെ വരെ കുറേ ഡാറ്റ നീളത്തിൽ കാണുമല്ലോ, ഇത്രയും ഇവിടെ വരെ എത്തുന്നിടം വരെയാണ് പേജ് എന്ന് പറയുന്നത്. അത്രയും ഫുൾ വിഡ്ത്തിൽ കാണിക്കും. അതിനാണ് കവർ എന്ന് പറയുന്നത്. ബാക്ക്ഗ്രൗണ്ട് സൈസ് ഈക്വൽ ടു കവർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ പേജിൻ്റെ സൈസ് എത്രയാണോ അത്രയും ഫുൾ സൈസിലേക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജിനെ സ്ക്രോൾ ചെയ്ത് വലുതാക്കിയിട്ട്, സൂം ചെയ്ത് വലുതാക്കിയിട്ട് ആ അത്ര ഇമേജ് കാണിക്കും. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പ്രശ്നം ഉണ്ടാവും. ഇമേജ് ചിലപ്പോൾ നമ്മുടെ പേജ് ഒത്തിരി വലുതുമാണ്, ഇമേജിൻ്റെ സൈസ് ചെറുതുമാണെങ്കിൽ ബ്ലർഡായി പോകും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാണും.
അപ്പോൾ വലിയ ഇമേജ് നമ്മുടെ പേജിൻ്റെ ഫുൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് കാണണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സൈസ്. അപ്പോൾ 2 ആട്രിബ്യൂട്ടും കൂടെ നമ്മൾ പഠിച്ചു. അറ്റാച്ച്മെൻറ്റ് ഫിക്സഡ് ആക്കിയാൽ സ്ക്രോൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ പേജ് ഉരുണ്ട് പോകാതിരിക്കും. ഞാനിത് ഈ ബാക്ക്ഗ്രൗണ്ട് അറ്റാച്ച്മെൻറ്റ് മാത്രം ഒന്ന് എടുത്ത് കളയാം, എന്നിട്ട് പേജ് ലോഡ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പം ഞാൻ പേജ് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും അറ്റാച്ച്മെൻറ്റ് അതിൻ്റെ കൂട്ടത്തിൽ സ്ക്രോൾ ചെയ്ത് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ആ സാധനം ബാക്ക്ഗ്രൗണ്ട് ഇമേജും മേളിലേക്ക് സ്ക്രോൾ ആകുന്നുണ്ട്. ഇനി അല്ലാതെ അറ്റാച്ച്മെൻറ്റ് ഈക്വൽ ടു ഫിക്സഡ് എന്ന് വെച്ചാൽ പേജ് ലോഡ് ചെയ്ത് നോക്കുമ്പോൾ കണ്ടോ, സ്ക്രോൾ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഫിക്സഡ് ആയിട്ട് നിൽക്കും. അതാണ് ബാക്ക്ഗ്രൗണ്ട് അറ്റാച്ച്മെൻറ്റ് ഫിക്സഡ് എന്ന് പറഞ്ഞു കൊടുത്താൽ. ബാക്ക്ഗ്രൗണ്ട് സൈസ് കവർ എന്ന് പറഞ്ഞാൽ ഫുൾ കവർ ചെയ്യും, ഫുൾ പേജ് കവർ ചെയ്തിരിക്കും. അത് വേണമെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് ഓഫ് വാല്യൂ 100 കൊടുക്കുക, അതായത് മുഴുവൻ കവർ ചെയ്യും. 50%, അതായത് വിഡ്ത്ത് എത്ര വേണം, ഹൈറ്റ് എത്ര വേണം എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. 50 എന്ന് കൊടുത്താൽ വിഡ്ത്തിൻ്റെയും ഹൈറ്റിൻ്റെയും പകുതി വെച്ചിട്ട് കാണിക്കും. അപ്പോൾ ഇതിൻ്റെ നോട്ട് ഞാൻ ഈ പേജിൻ്റെ തന്നെ മേളിൽ കൊടുത്തിട്ടുണ്ട്. സെറ്റ് ബാക്ക്ഗ്രൗണ്ട് സൈസ് പ്രോപ്പർട്ടി ടു കവർ ആൻഡ് ദ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വിൽ കവർ ദ എൻറ്റയർ എലമെൻറ്റ് ഇൻ ദ കേസ്. ഇതിൻ്റെ നോട്ട് ഇതാണ്. അറ്റാച്ച്മെൻറ്റ് ക്യാൻ ബി ഫിക്സ്ഡ്, സ്ക്രോൾ എക്സെട്ര. Size can be mentioned as cover, or it can be mentioned in percentage as 100%, or 50%. ഈ 2 വാല്യൂ പറഞ്ഞു കൊടുക്കണം. 100 എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് എത്ര വേണം, ഈ 100 എന്ന് പറഞ്ഞാൽ സൈസ് എത്ര വേണം എന്നുള്ളതാണ്. അത് അത്രയും നിങ്ങൾ ജസ്റ്റ് ഒന്ന് 50% ഇട്ട് പേജ് ഒന്ന് ലോഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അതാണ് അടുത്ത പ്രോപ്പർട്ടി പറഞ്ഞത്. അപ്പോൾ അതായി, ബാക്ക്ഗ്രൗണ്ട് ഇമേജായി, ബാക്ക്ഗ്രൗണ്ട് കളർ പഠിച്ചു, ബാക്ക്ഗ്രൗണ്ട് ഇമേജ് പഠിച്ചു, ഇതിൽ ഇത്രയും പ്രോപ്പർട്ടി പഠിച്ചു. നോ റിപ്പീറ്റ് പറഞ്ഞു. ഇനിയുള്ളത് പൊസിഷൻ. അടുത്ത ബാക്ക്ഗ്രൗണ്ടിൻ്റെ ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ് ബാക്ക്ഗ്രൗണ്ട് പൊസിഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ബാക്ക്ഗ്രൗണ്ട് എവിടെ പൊസിഷൻ ചെയ്യണം എന്നാണ് പറഞ്ഞു കൊടുത്തേക്കുന്നത്. സാധാരണ ലെഫ്റ്റ് സൈഡിലായിരിക്കും ചെറിയ ഇമേജ് കാണിച്ചാൽ. ഇത് ഞാനൊന്ന് കളയുവാണ്. എന്നിട്ട് ഈ പേജ് ഒന്ന് കണ്ടു നോക്കാം. ബാക്ക്ഗ്രൗണ്ട് പൊസിഷൻ കണ്ടു നോക്കാം. കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ നോ റിപ്പീറ്റ് പറഞ്ഞു കൊടുത്തേക്കുന്നതുകൊണ്ട് ഇമേജ് റിപ്പീറ്റ് ചെയ്യുന്നില്ല, പക്ഷേ അത് ലെഫ്റ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ഇനി ഞാൻ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് പൊസിഷൻ ഈക്വൽ ടു ടോപ്പ് റൈറ്റ് എന്ന് പറഞ്ഞു കൊടുത്തേക്കുവാണ്. പൊസിഷൻ ഈക്വൽ ടു ടോപ്പ് റൈറ്റ് എന്ന് പറഞ്ഞു കൊടുത്താൽ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം നമുക്ക്. ടോപ്പ് റൈറ്റ് സൈഡ്, പേജിൻ്റെ ടോപ്പ് റൈറ്റ് സൈഡിലേക്ക് ബാക്ക്ഗ്രൗണ്ടിനെ അറ്റാച്ച് ചെയ്തു, ബാക്കി സ്ഥലം ചുമ്മാ കിടക്കും. അപ്പോൾ ടോപ്പ് റൈറ്റ് സൈഡിലായിരിക്കും കാണിച്ചേക്കുന്നത്. ഇതിനകത്ത് ഇവിടെ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പൊസിഷൻ, അതായത് ബാക്ക്ഗ്രൗണ്ട് പൊസിഷൻ ഈക്വൽ ടു ടോപ്പ് റൈറ്റ് എന്നാണ് ഞാൻ കൊടുത്തേക്കുന്നത്. പൊസിഷൻ ക്യാൻ ഹാവ് വാല്യൂസ് ലൈക്ക് ലെഫ്റ്റ് ടോപ്പെന്നോ, ലെഫ്റ്റ് സെൻറ്ററെന്നോ, ലെഫ്റ്റ് ബോട്ടെന്നോ, റൈറ്റ് ടോപ്പെന്നോ, റൈറ്റ് ബോട്ടെന്നോ, അങ്ങനെ എന്ത് വാല്യൂസ് വേണമെങ്കിലും ആ കുറച്ചൊരു 2-3 ഓർത്തിരുന്ന് എഴുതി വെക്കുക. ലെഫ്റ്റ് ടോപ്പ്, ലെഫ്റ്റ് സെൻറ്റർ, ലെഫ്റ്റ് ബോട്ടം, റൈറ്റ് ടോപ്പ്, റൈറ്റ് ബോട്ടം, റൈറ്റ് സെൻറ്റർ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുക. അത് അതിനനുസരിച്ച് കാണിക്കുക. നിങ്ങൾ വേണമെങ്കിൽ ഒരു 2-3 ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളുക. ഇതാണ് പൊസിഷനുള്ള ലാസ്റ്റ് പ്രോപ്പർട്ടി. ഇമേജ് സൈസായി. ഇനിയുള്ളത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിനൊരു ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടി ഉണ്ട്, ഫോണ്ടിനൊരു ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എന്ന് പറഞ്ഞ പോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിന് ഒരു ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടി ഉണ്ട്. ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടി ഉണ്ട്. പേജ് ലോഡ് ചെയ്ത് നോക്കാം. ഇതിനകത്ത് നമുക്ക് ഇപ്പം ബാക്ക്ഗ്രൗണ്ട് കളർ പറയാമെന്ന് പറഞ്ഞു, ബാക്ക്ഗ്രൗണ്ട് ഇമേജ് പറയാമെന്ന് പറഞ്ഞു, ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ് പറയാമെന്ന് പറഞ്ഞു, ബാക്ക്ഗ്രൗണ്ട് അറ്റാച്ച്മെൻറ്റ് പറയാം, ബാക്ക്ഗ്രൗണ്ട് പൊസിഷൻ പറഞ്ഞു കൊടുക്കുക. ഇതെല്ലാം ബാക്ക്ഗ്രൗണ്ടിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. ഇതെല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ടാഗാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഷോർട്ട് ഹാൻഡ് ടാഗ്. ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞു കൊടുത്തേക്കുന്നത് FF എന്ന് പറഞ്ഞാൽ എന്താണ്, ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറാണ്. FF എന്ന് പറഞ്ഞാൽ എല്ലാ കളറും ഈക്വൽ, അതായത് റെഡും ഗ്രീനും ബ്ലൂവും ഈക്വൽ ഇൻറ്റൻസിറ്റി മിക്സ് ചെയ്ത് കാണിക്കും. എന്ന് പറഞ്ഞാൽ വൈറ്റ് കളറായിരിക്കും ബാക്ക്ഗ്രൗണ്ട്. വൈറ്റ് കളറല്ലേ ബാക്ക്ഗ്രൗണ്ട് വന്നേ, ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളറാണ് വന്നേക്കുന്നത്. കണ്ടില്ലേ, ഇതില്ലാത്തടത്ത് വൈറ്റ് കളറാണ് വന്നേക്കുന്നത്. ഇതിപ്പോൾ അല്ലാതെ വേണമെങ്കിൽ നമുക്ക് വേറൊരു വാല്യൂ കൊടുത്ത് നോക്കാം. ഇവിടെ അതായത് റെഡ് ഒഴിച്ച് ബാക്കി രണ്ട് ഗ്രീനും ബ്ലൂവും മിക്സ് ചെയ്തു ഒരേ പ്രൊപ്പോർഷനിൽ. പേജ് ലോഡ് ചെയ്യുക. കണ്ടില്ലേ, ഇത് വേറൊരു കളറായി.
ബാക്ക്ഗ്രൗണ്ട് കളർ അതായി. പിന്നെ രണ്ടാമത് പറഞ്ഞു കൊടുത്തേക്കുന്നത് എന്താണ്, ഇത് അപ്പോൾ ഇത് കഴിഞ്ഞ് ആദ്യം പറഞ്ഞു കൊടുക്കുന്ന വാല്യൂ റെഡാണ്, അല്ല ബാക്ക്ഗ്രൗണ്ട് കളറാണ്. രണ്ടാമത് പറഞ്ഞു കൊടുത്തേക്കുന്നത് URL ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ചെയ്ത് വേണമെന്നാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ് ചെയ്യണോ വേണ്ട എന്നുള്ളതാണ് അടുത്ത പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ പറഞ്ഞു കൊടുക്കുന്നത് റൈറ്റ് ടോപ്പ് പൊസിഷൻ എവിടെ വേണമെന്നുള്ളതാണ്, ബാക്ക്ഗ്രൗണ്ടിൻ്റെ പൊസിഷൻ എവിടെ വേണമെന്നുള്ളതാണ്. ഈ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളറ്, ബാക്ക്ഗ്രൗണ്ട് ഇമേജ്, ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ്, ബാക്ക്ഗ്രൗണ്ട് അറ്റാച്ച്മെൻറ്റ്, ബാക്ക്ഗ്രൗണ്ട് പൊസിഷൻ ഇത്രയും വാല്യൂസ് പറഞ്ഞു കൊടുക്കാം. ഫോണ്ടിൽ നമ്മൾ പറഞ്ഞു അവസാനത്തെ 2 മാൻഡേറ്ററി ആണ്, 2 പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു. ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല. ഇതിനകത്ത് ഏത് വേണമെങ്കിലും നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഓർഡർ ഇത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നല്ലത്. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും വർക്ക് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക. അത് ഏതെങ്കിലും ഒരെണ്ണം പോലും മാൻഡേറ്ററി ആയിട്ടില്ല. അതായത് ഏത് വേണമെങ്കിലും നമുക്ക് ഉപേക്ഷിക്കാം, ഏതെങ്കിലും 2 മാത്രം പറഞ്ഞു കൊടുക്കാം. പക്ഷേ ഫോണ്ടിൻ്റെ കാര്യത്തിൽ അതല്ല. അവസാനത്തെ 2 പ്രോപ്പർട്ടി നമ്മൾ നിശ്ചയമായിട്ടും പറഞ്ഞു കൊടുക്കണം. ഫോണ്ട് സൈസ്, ഫോണ്ട് ഫാമിലി എന്തായാലും പറഞ്ഞു കൊടുക്കണം ഫോണ്ടിൻ്റെ ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടിയിൽ. പക്ഷേ ഇതിൽ നമുക്ക് ഫോണ്ടിൻ്റെ പൊസിഷൻ ഏതും നമുക്ക് ഉപേക്ഷിക്കാം. ഇപ്പോൾ ഈ കേസിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളറ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് പൊസിഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇമേജ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ് എന്നുള്ള പ്രോപ്പർട്ടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞു കൊടുത്തേക്കുന്ന അറ്റാച്ച്മെൻറ്റ്, ഈ പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. അറ്റാച്ച്മെൻറ്റ് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഫിക്സഡ് വേണോ വേണ്ടായോ എന്നല്ലേ പറഞ്ഞു കൊടുക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് അറ്റാച്ച്മെൻറ്റ് ഫിക്സഡ് വേണോ സ്ക്രോൾ വേണോ, ആ വാല്യൂ ഞാനിവിടെ പറഞ്ഞു കൊടുത്തിട്ടില്ല. അതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് പൊസിഷൻ റൈറ്റ് ടോപ്പ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ റൈറ്റ് ടോപ്പിൽ കാണിക്കും. ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വാല്യൂവിന് ഇടയ്ക്ക് കോമ ഇടാൻ പാടില്ല. ഫോണ്ടിൻ്റെ ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടി പഠിച്ചപ്പോഴും പറഞ്ഞായിരുന്നു, അതിൻ്റെ പ്രോപ്പർട്ടിക്ക് ഇടയ്ക്ക് കോമ ഇടണ്ട, കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു കൊടുത്താൽ മതി. കോമ ഇടുന്ന എപ്പോഴാണ്, ലാസ്റ്റ് ഫോണ്ട് ഫാമിലി പറഞ്ഞു കൊടുക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ ഫാമിലി പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് മാത്രമേ നമ്മൾ കോമ എടുത്തുള്ളൂ. ഇവിടെ നമ്മൾ എങ്ങടത്തും കോമ ഇടുന്നില്ല. അപ്പോൾ അതാണ് ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പർട്ടി, ബാക്ക്ഗ്രൗണ്ട് ഷോർട്ട് ഹാൻഡ് എന്ന് പറയുന്നത്. ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഷോർട്ട് ഹാൻഡാണ്. അപ്പം ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഷോർട്ട് ഹാൻഡിനകത്ത് ഇത്രയും വാല്യൂസ് നമുക്ക് പറഞ്ഞു കൊടുക്കാം. നോട്ട് എഴുതിയെടുത്തോളുക. ഇത് വെച്ചിട്ട് എഴുതിയെടുക്കുക. Background property is used to, background shorthand is used to mention, അതിവിടെ എഴുതിക്കോളാം. Background is a shorthand property to mention following properties എന്ന് പറഞ്ഞിട്ട് ഇത്ര എഴുതിയെടുക്കുക, ഇത്രയും ഭാഗം എഴുതിയെടുക്കുക. അപ്പോൾ അതായി. അപ്പോൾ അതോടെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള പ്രോപ്പർട്ടി കഴിഞ്ഞു. ഇനി ലിസ്റ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ലിസ്റ്റിനകത്ത് 2 പ്രോപ്പർട്ടി വരും. ലിസ്റ്റ് ഇമേജ് വരും. ലിസ്റ്റ് പൊസിഷൻ വരും. ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് വരും. പിന്നെ ലിസ്റ്റിൻ്റെ ഒരു ഷോർട്ട് ഹാൻഡും വരും. അപ്പോൾ 3 ടൈപ്പാണ് ലിസ്റ്റിനകത്ത് വരുന്നത്. ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സിലബസിൽ പറഞ്ഞേക്കുന്ന അടുത്ത പ്രോപ്പർട്ടിയാണ്. ഫോണ്ട്, കളറ്, ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞിട്ട് ലിസ്റ്റിനകത്ത് വരുന്നത്. ലിസ്റ്റ് നമുക്കറിയാം, അൺഓർഡേർഡ് ലിസ്റ്റ്, ഓർഡേർഡ് ലിസ്റ്റൊക്കെ ഇല്ലേ, അതിൻ്റെ ലിസ്റ്റിൻ്റെ സ്റ്റൈലാണ് നമുക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ലിസ്റ്റിൻ്റെ സ്റ്റൈൽ പറഞ്ഞപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ലിസ്റ്റിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിപ്പിച്ചപ്പം ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതിനകത്ത് ഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിൽ ഓർഡേർഡ് ലിസ്റ്റായിട്ട് കൊടുക്കുമ്പോൾ ടൈപ്പ് എ എന്ന് പറഞ്ഞാൽ ABCD എന്ന് പറഞ്ഞ് കാണിക്കും. ടൈപ്പ് I എന്ന് കൊടുത്താൽ, ക്യാപിറ്റൽ I എന്ന് കൊടുത്താൽ റോമൻ ലെറ്റേഴ്സിൽ 1 2 3 അങ്ങനെ കാണിക്കും. ടൈപ്പ് ഈക്വൽ ടു സ്മോൾ I എന്ന് കൊടുത്താൽ റോമൻ സ്മോൾ ലെറ്റേഴ്സിൽ അങ്ങനെ കാണിക്കും. ടൈപ്പ് ഈക്വൽ ടു 1 എന്ന് കൊടുത്താൽ 1 2 3. അപ്പോൾ OLനകത്തെ ഒരു ആട്രിബ്യൂട്ടാണ് ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി അതല്ലാതെ നമ്മുടെ CSS വെച്ചിട്ട് ഇത് ആട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ CSSൻ്റെ ഉപയോഗം എന്തിനാണ് CSS എന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു.
ഇങ്ങനെ ആട്രിബ്യൂട്ട് വെച്ചിട്ട് സ്റ്റൈൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് HTML-ൻ്റെ ആക്ച്വൽ ഉദ്ദേശമല്ല. പിന്നെ അതങ്ങനെ കുറച്ച് ഒരു ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തേക്കുന്നത് മാത്രമേ ഉള്ളൂ. ഭംഗിയാക്കുക എന്നുള്ളതിൻ്റെ ഉദ്ദേശം നടക്കുന്നത് ചെയ്യുന്നതിൻ്റെ പണിയാണ്, CSS-ൻ്റെ പണിയാണ് അത് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ CSS ഉപയോഗിച്ച് എങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്നാണ് ഇപ്പോൾ തന്നെ പറഞ്ഞു കൊടുത്തോളുക, കണ്ടോളുക. UL എന്ന് പറയുന്ന പ്രോപ്പർട്ടി അൺഓർഡേർഡ് ലിസ്റ്റിനകത്ത് A എന്ന് പറയുന്ന ക്ലാസ് വന്നാൽ ആദ്യത്തെ പ്രോപ്പർട്ടി ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് സർക്കിളാക്കി കൊടുക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. സർക്കിൾ രീതിയിൽ കാണിക്കുക. ഇനി അൺഓർഡേർഡ് ലിസ്റ്റിനകത്ത് B എന്ന് പറയുന്ന ക്ലാസ്സാണ് കൊടുത്തേക്കുന്നതെങ്കിൽ ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് സ്ക്വയർ ആക്കുക. ഓർഡേർഡ് ലിസ്റ്റിനകത്ത് C എന്ന് പറയുന്ന ക്ലാസ്സാണ് കൊടുത്തേക്കുന്നതെങ്കിൽ ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് എന്ന് പറയുന്നത് അപ്പർ റോമൻ ലെറ്റർ ആക്കുക. ഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിൽ ഓർഡേർഡ് ലിസ്റ്റിനകത്ത് D എന്ന് പറയുന്ന ക്ലാസ്സാണ് കൊടുക്കുന്നതെങ്കിൽ ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് എന്ന് പറയുന്നത് ലോവർ ആൽഫബറ്റ് ആക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇത് 4 രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ഞാൻ അൺഓർഡേർഡ് ലിസ്റ്റിനകത്ത് ക്ലാസ് A കൊടുത്തിട്ടുണ്ട്. അൺഓർഡേർഡ് ലിസ്റ്റിനകത്ത് ക്ലാസ് A കൊടുത്താൽ സർക്കിൾ ആയിരിക്കണം ബുള്ളറ്റായിട്ട് കാണിക്കുന്നത്. അൺഓർഡേർഡ് ലിസ്റ്റിനകത്ത് ക്ലാസ് B കൊടുത്താൽ സ്ക്വയർ ആയിരിക്കണം കാണിക്കുന്നത്. ഓർഡേർഡ് ലിസ്റ്റിനകത്ത് ക്ലാസ് C കൊടുത്താൽ അപ്പർ റോമൻ ആണ് കാണിക്കേണ്ടത്. അതുപോലെ തന്നെ ഓർഡേർഡ് ലിസ്റ്റിനകത്ത് ക്ലാസ് D കൊടുത്താൽ ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് ഈക്വൽ ടു ലോവർ ആൽഫബറ്റിലാണ് കാണിക്കേണ്ടത്. പേജ് ലോഡ് ചെയ്ത് നോക്കാം. ആദ്യത്തേത് സർക്കിളായിട്ട് കാണിച്ചിട്ടുണ്ട് ബുള്ളറ്റുകൾ, രണ്ടാമത്തേത് സ്ക്വയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട് ബുള്ളറ്റുകൾ, മൂന്നാമത്തേത് ഓർഡേർഡ് ലിസ്റ്റ് വരുമ്പോൾ അതിനകത്ത് അപ്പർ റോമൻ എന്ന് കൊടുത്തുകൊണ്ട് അപ്പർ റോമൻ ലെറ്ററിൽ കാണിച്ചിട്ടുണ്ട്. മൂന്നാമത്തേത് ലോവർ ആൽഫബറ്റ് എന്ന് കൊടുത്തേക്കുന്നതുകൊണ്ട് ലോവർ ആൽഫബറ്റിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് കുറച്ച് വാല്യൂസ്. അപ്പോൾ ലിസ്റ്റ് ടൈപ്പിൽ ആദ്യത്തെ പ്രോപ്പർട്ടി ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പാണ്. ലിസ്റ്റ് പ്രോപ്പർട്ടിയിൽ ആദ്യത്തേത് പലത് വരും. ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ്, ലിസ്റ്റ് ഹൈഫൺ സ്റ്റൈൽ ഹൈഫൺ ടൈപ്പ്, അതിന് പല വാല്യൂസ് വരാം. സർക്കിൾ വരാം, സ്ക്വയർ വരാം, അപ്പർ റോമൻ വരാം, ലോവർ റോമൻ വരാം, ലോവർ ആൽഫ വരാം, അപ്പർ ആൽഫ വരാം, അങ്ങനെ പല വാല്യൂസ് വരാം. ഒരു 2 എണ്ണമെങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കുക. ഓർത്ത് വെച്ചിട്ട് ഇത് എഴുതിയെടുക്കുക, ചെയ്ത് നോക്കുക. ഈ പാർട്ട് എഴുതിയെടുക്കുക, ലാസ്റ്റ് പാർട്ട് ഇങ്ങനെ എഴുതിയെടുക്കുക. അപ്പോൾ ലിസ്റ്റ് ടൈപ്പായി. അടുത്തത് ഇപ്പോൾ നമുക്ക് സ്ക്വയർ ആക്കാം, അങ്ങനെ പലതാക്കാമെന്ന് പറഞ്ഞു. അതല്ലാതെ എനിക്കൊരു ഇമേജ് തന്നെ കൊടുക്കണം എന്നുണ്ടെന്ന് വിചാരിക്കുക. എനിക്കൊരു ഇമേജാണ് അവിടെ ഇടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബുള്ളറ്റ് സ്ക്വയർ ആക്കാം, റെക്റ്റാങ്കിൾ ആക്കാം, അല്ലെങ്കിൽ ആൽഫബറ്റ് ആക്കാം എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ അത് വേണ്ട. എനിക്ക് വേണ്ടിയത് ഞാൻ തന്നെ ഇട്ടേക്കുന്ന ഒരു ഇമേജാണ് എനിക്ക് കാണിക്കേണ്ടതെങ്കിൽ അതും നമുക്ക് കൊടുക്കാം. ലിസ്റ്റ് സ്റ്റൈൽ ഇമേജ് എന്ന് പറയുന്നത് കാണിക്കാം. അതായത് കണ്ടോ, ഇതിൽ ഞാൻ ബുള്ളറ്റായിട്ട് കാണിക്കേണ്ടത്, ബുള്ളറ്റ് പോയിൻറ്റ്സ് ആയിട്ട് കാണിക്കേണ്ടത് ഞാൻ തന്നെ ഒരു ഇമേജ് കൊടുത്തേക്കുവാണ്. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ലിസ്റ്റ് സ്റ്റൈൽ ഇമേജ്, മറ്റേ ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പായിരുന്നു, ഇത് ലിസ്റ്റ് സ്റ്റൈൽ ഇമേജ് കഴിഞ്ഞിട്ട് ഇമേജ് പറഞ്ഞു കൊടുക്കുന്ന പോലെ തന്നെ URL എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായിട്ട് ഏത് ഇമേജാണോ കാണിക്കേണ്ടത് അതിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഈ ഇമേജ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. സാമ്പിൾ ബുള്ളറ്റ് .png എന്ന് പറയുന്ന പേരാണ് ഇട്ടേക്കുന്നത്. സാമ്പിൾ ബുള്ളറ്റ് .png. ഈ ഇമേജാണ് നമ്മുടെ പേജിൽ ബുള്ളറ്റായിട്ട് കാണിച്ചേക്കുന്നത്. ഇതിപ്പം ഇമേജ് വലുതായതുകൊണ്ടാണ് ഇങ്ങനെ ബുള്ളറ്റായിട്ട്. ഇപ്പോൾ ഇമേജ് കുറച്ചുകൂടെ ചെറുതാക്കി കറക്റ്റ് ഈ പൊസിഷനിൽ നിൽക്കുന്ന പോലെ ചെറിയ ഇമേജ് കൊടുത്താൽ അതങ്ങനെ തന്നെ കാണിക്കും. അപ്പോൾ അതാണ് ലിസ്റ്റ് സ്റ്റൈൽ ഇമേജ്. ലിസ്റ്റിനകത്ത് വരുന്ന രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ലിസ്റ്റ് സ്റ്റൈൽ ഇമേജ് എന്ന് പറയുന്നത്. ഇനി ലിസ്റ്റ് സ്റ്റൈൽ പൊസിഷൻ എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. പൊസിഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി മൂന്നാമത്തെ ലിസ്റ്റിനകത്ത് വരുന്ന മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ലിസ്റ്റ് സ്റ്റൈൽ പൊസിഷൻ. ഔട്ട്സൈഡ്, ഇൻസൈഡ്, 2 വാല്യൂസാണ് വരുന്നത്. ലിസ്റ്റ് സ്റ്റൈൽ പൊസിഷൻ, ഔട്ട്സൈഡ്, ഇൻസൈഡ്. ഇതിനകത്ത് പേജ് കാണിച്ചു തരാം. ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും. ഇതിനകത്ത് ഈ പാരഗ്രാഫ് ഇങ്ങനെ അലൈൻ ചെയ്ത് പോയേക്കുവാണ്. ബുള്ളറ്റ്സ് കാണിച്ചേക്കുന്നത് പാരഗ്രാഫിന് പുറത്താണ്. ഇതാണ് ലിസ്റ്റ് സ്റ്റൈൽ ഔട്ട്സൈഡ് എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത്. ഇവിടെ കണ്ടോ, ഈ പാരഗ്രാഫിനകത്ത് തന്നെയാണ് ബുള്ളറ്റ് കൊടുത്തേക്കുന്നത്. ബുള്ളറ്റ് കഴിഞ്ഞിട്ടാണ് അലൈൻമെൻറ്റ് പാരഗ്രാഫ്. ഇതാണ് ഇൻസൈഡ് എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇനി കോഡ് കാണിച്ചു തരാം. UL A അൺഓർഡേർഡ് ലിസ്റ്റിനകത്ത് A എന്ന് പറയുന്ന ക്ലാസ് ഉണ്ടെങ്കിൽ ലിസ്റ്റ് സ്റ്റൈൽ പൊസിഷൻ ഈക്വൽ ടു ഔട്ട്സൈഡ് എന്ന് കൊടുത്തേക്കുക. ലിസ്റ്റ് സ്റ്റൈൽ പൊസിഷൻ ഔട്ട്സൈഡ് ആക്കി കൊടുത്തേക്കുവാണ്.
അപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്ന അൺഓർഡേർഡ് ലിസ്റ്റിനകത്ത് ക്ലാസ് എ ഉണ്ട്. അപ്പോൾ ലിസ്റ്റ് എന്ന് പറയുന്നത് ഏത് വേണമെന്നാണ് പറഞ്ഞത്, ഔട്ട്സൈഡ് വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഈ പാരഗ്രാഫിൻ്റെ ഔട്ട്സൈഡ് ബുള്ളറ്റ് കാണിച്ചേക്കുന്നത്. ഇനി യു എല്ലിനകത്ത് ബി എന്ന് പറയുന്ന ക്ലാസ് ഉണ്ടെങ്കിൽ, രണ്ടാമത്തേത് യു എല്ലിനകത്ത് ബി എന്ന് പറയുന്ന ക്ലാസ് ഉണ്ടെങ്കിൽ എന്ത് കാണിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്, ലിസ്റ്റ് സ്റ്റൈൽ പൊസിഷൻ ഇൻസൈഡ് ആക്കി കാണിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് ഈ ലിസ്റ്റിൻ്റെ പൊസിഷൻ ഈ പാരഗ്രാഫിൻ്റെ ഇൻസൈഡ് ആയിട്ട് കാണിച്ചേക്കുന്നത്. അതാണ് രണ്ടെണ്ണം. ഇതിപ്പോൾ രണ്ടും ഓർഡേർഡ് ലിസ്റ്റ് ആയതുകൊണ്ട് ഇത് അറിയാമല്ലോ അല്ലേ, ഇതിനകത്ത് ആർക്കും കൺഫ്യൂഷൻ ഇല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്ലാസ് എ ബി എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. കാരണം ക്ലാസ് എ ഇവിടെ ഉണ്ട്. അപ്പോൾ ക്ലാസ് എ ഇപ്പോൾ യു എല്ലിനകത്ത് ക്ലാസ് എ വന്നാൽ മതി എന്നാണ് മുമ്പേ കൊടുത്തിരുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞേക്കുന്നത് ക്ലാസ് എ എവിടെ കൊടുത്താലും അങ്ങനെ ചെയ്തോളാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ മറ്റേതാണ് കുറച്ചുകൂടെ നല്ലത്. യു എല്ലിനകത്ത് ക്ലാസ് എ വന്നാൽ, യു എല്ലിനകത്ത് ക്ലാസ് ബി വന്നാൽ എന്നാണ്. യു എല്ലിനകത്ത് ക്ലാസ് ബി വന്നാൽ, ഇതിപ്പോൾ യു എല്ല് മാത്രം എന്ന് കൊടുത്താൽ ഇത് രണ്ടെണ്ണം സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. കാരണം ആദ്യത്തേതും യു എല്ലാണ്, രണ്ടാമത്തേതും യു എല്ലാണ്. അപ്പോൾ ക്ലാസ് എയും ക്ലാസ് ബിയും വെച്ചിട്ടാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ക്ലാസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ക്ലാസ് നമ്മൾ സാധാരണ CSS വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതൊന്ന് എഴുതിയെടുക്കുക. ഇതൊക്കെ ചെയ്തു നോക്കണം. ഇത് W3 സ്കൂൾസിലുള്ള എക്സാമ്പിൾസ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. പക്ഷേ നിങ്ങൾ അവിടുന്ന് കോപ്പി അടിച്ച് എഴുതി വെക്കേണ്ട, നിങ്ങൾ സ്വന്തമായിട്ട് ടൈപ്പ് ചെയ്ത് ചെയ്യുക. കാരണം നിങ്ങൾ W3 സ്കൂൾസിൽ നിന്ന് ഉള്ളത് എടുത്തിട്ട് അതേപടി കാണിച്ചിട്ട് എനിക്ക് അയച്ചു തരണ്ട. കാരണം എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ അയക്കുന്നത്, നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇത് ലാബ് എക്സാം ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ടൈപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ടൈപ്പ് ചെയ്ത് പഠിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ട് വരും, കൺഫ്യൂഷൻ വരും ടൈപ്പ് ചെയ്ത് വരുമ്പോൾ. അതുകൊണ്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഒരു കാരണവശാലും ഇതിപ്പോൾ ഞാനിതെല്ലാം ഓൾറെഡി W3 സ്കൂൾസിൽ നിന്ന് കോപ്പി ചെയ്തിട്ടേക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട. എനിക്കിത് അറിയാവുന്നതാണ്, നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും ചെയ്തിട്ടില്ല എങ്കിൽ. ഇപ്പോൾ ഈ ഔട്ട്സൈഡ് എന്ന് പറയുന്നതാണ് ഡീഫോൾട്ടായിട്ട് കാണിക്കുന്നത് കേട്ടോ. ഈ ഔട്ട്സൈഡ് ബൈ ഡീഫോൾട്ട് ഒന്നും പറഞ്ഞു കൊടുത്തില്ലെങ്കിലും ഔട്ട്സൈഡ് ആയിരിക്കും കാണിക്കുക. അപ്പോൾ ഇത് വലിയ പാരഗ്രാഫ് ഇട്ടേക്കുന്നത് ഔട്ട്സൈഡും ഇൻസൈഡും ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വലിയ പാരഗ്രാഫ് ഇട്ടേക്കുന്നത്. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഔട്ട്സൈഡും ഇൻസൈഡും ഡിഫറൻസ് മനസ്സിലാവില്ല. ഞാൻ കാണിച്ചു തരാം. കോഫി, ടീ, ജസ്റ്റ് ചെറിയ ലിസ്റ്റ് ആക്കുവാണ്. പേജ് ലോഡ് ചെയ്യാം. ഈ കേസിൽ നിങ്ങൾക്ക് എക്സാക്ട്ലി ഇപ്പോൾ ഇത് രണ്ടും ഒന്നിച്ച് കിടക്കുന്നതുകൊണ്ട് മനസ്സിലാവും. അല്ലെങ്കിൽ ഇത് പാരഗ്രാഫിന് പുറത്താണ്, മറ്റേത് പാരഗ്രാഫിന് അകത്താണെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാകാതെ വരും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ അടുത്തത് ലിസ്റ്റിനും ഇതുപോലെ തന്നെ ഒരു ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടി ഉണ്ട്. ലിസ്റ്റ് സ്റ്റൈൽ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ലിസ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്ന ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടിയാണ്. അതിനകത്ത് നമുക്ക് പൊസിഷനും ഇതും പറഞ്ഞു കൊടുക്കാം. അപ്പോൾ സ്ക്വയർ സ്പേസ് ഇൻസൈഡ് എന്ന് പറഞ്ഞു കൊടുത്താൽ എന്താണ്, ലിസ്റ്റിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് സ്ക്വയർ മതി. ലിസ്റ്റിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് എവിടെയാണ്, ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് സ്ക്വയറും ലിസ്റ്റ് സ്റ്റൈൽ പൊസിഷൻ എന്ന് പറയുന്നത് ഇൻസൈഡുമായിട്ട് പറഞ്ഞു കൊടുത്തേക്കാണ്. ഇതിൻ്റെ ഒരു ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടിയാണ്. അതായത് ലിസ്റ്റിൻ്റെ ബാക്കി രണ്ട് പ്രോപ്പർട്ടിയും കൂടെ കമ്പൈൻ ചെയ്ത് പറയാൻ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലിസ്റ്റ് ഇമേജ് ആണെങ്കിൽ ഇമേജും പറഞ്ഞു കൊടുക്കുക, അത് മൂന്നാമത്തേതായിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഈ സ്ക്വയർ എന്നുള്ള ആദ്യത്തെ എടുത്ത് കളയാം. കാരണം മറ്റേ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഇമേജാണ് കാണിക്കുന്നതെങ്കിൽ ആ ഇമേജേ കാണിക്കുകയുള്ളൂ. അപ്പോൾ സ്ക്വയറും റെക്റ്റാങ്കിളും സർക്കിളും ഒന്നും കാണിക്കില്ല. അപ്പോൾ അത് എടുത്ത് കളയാം. അപ്പോൾ ഇതെടുത്ത് കളഞ്ഞിട്ട് സ്ക്വയർ എന്നുള്ളത് എടുത്ത് കളഞ്ഞിട്ട് സ്പേസ് ഇട്ടിട്ട് URL എന്നുള്ളത് ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റ് ഇടുക. അതിനകത്ത് അതിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയാണ് അത് കാണിക്കും. ഇതും ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടിയിൽ വരുന്നതാണ്. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഇതിപ്പോൾ എന്താ, ലിസ്റ്റ് സ്റ്റൈൽ ഇൻസൈഡ്, അതായത് ആ കാണിക്കുന്ന ഇമേജ് പാരഗ്രാഫിൻ്റെ ഇൻസൈഡായിട്ട് കാണിക്കും. ഈ ഇമേജ് ആയിരിക്കും ബുള്ളറ്റായിട്ട് കാണിക്കുക. ഇനി അത് വേണ്ട എങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്ക്വയർ മതി. ഇൻസൈഡായിട്ട് സ്ക്വയർ കാണിക്കണമെങ്കിൽ ഇങ്ങനെ കാണിക്കാം. ഈ പേജ് ലോഡ് ചെയ്ത് നോക്കാം. ലിസ്റ്റ് ഷോർട്ട് ഹാൻഡ് HTML സ്ക്വയർ ആയിട്ട് ഇമേജ് കാണിച്ചിട്ടുണ്ട്. ഇത് ഇൻസൈഡായിട്ടാണ് കാണിച്ചേക്കുന്നത്. വലിയ ടെക്സ്റ്റ് ആക്കിയാൽ നിങ്ങൾക്ക് ആ ഇൻസൈഡ് ആയിട്ടുള്ളത് കാണാൻ പറ്റും. അപ്പോൾ അത്രയും വെച്ചിട്ട് ഇന്നത്തെ ക്ലാസ് തൽക്കാലം നിർത്താം. ഈ ക്ലാസ് എപ്പോഴും കണ്ടു നോക്കുക. എപ്പോഴാണ് ക്ലാസ് കാണുന്നതെങ്കിലും കുറച്ച് കഴിഞ്ഞ്, ഒരാഴ്ച കഴിഞ്ഞോ 2 ആഴ്ച കഴിഞ്ഞാണ് കാണുന്നതെങ്കിലും, കാണുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നിട്ട് തീർന്നില്ലെങ്കിൽ എന്നോട് പറയാം. താങ്ക് യു.